ജനജീവിതം മെച്ചപ്പെടുത്തുന്ന ബജറ്റായിരിക്കും നാളെ അവതരിപ്പിക്കുകയെന്ന പ്രതീക്ഷ പങ്കുവച്ച സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ പ്രതിനിധികൾ. ജനങ്ങളും ജീവനക്കാരും നികുതിയുടെ ഒരു നീരാളിപ്പിടുത്തത്തിലാണ്. അപ്പോൾ ആ നികുതികളൊക്കെ തന്നെ പരിഷ്കരിച്ച് നികുതി ഇളവ് ജനങ്ങൾക്ക് പ്രദാനം ചെയ്യും എന്നാണ് ഈ ബജറ്റിലൂടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ജനങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പദ്ധതികൾ ഈ ബജറ്റിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ ജീവനക്കാരന് ഒട്ടനവധി കാര്യങ്ങളിൽ അവകാശങ്ങൾ കുടിശ്ശികയായി നിൽക്കുന്നുണ്ട്. ജൂലൈ മാസം 1-ാം തീയതി മുതൽ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണത്തിന് അർഹരായിട്ടുണ്ട്. കഴിഞ്ഞ ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ച ഒരു കാര്യമായിരുന്നു പങ്കാളിത്ത പെൻഷൻ ഈ സർക്കാർ പിൻവലിക്കുമെന്ന്. അത് പിൻവലിക്കുന്നതിന് ഒരു നടപടിയും ഒരു വർഷമായി സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ആ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം ബജറ്റിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒപ്പം തന്നെ 1/7/2024 മുതൽ നമ്മുടെ ശമ്പള പരിഷ്കരണം കുടിശ്ശികയാണ്. അപ്പോൾ അത് അനുവദിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ശമ്പള കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനവും ഈ ബഡ്ജറ്റിലൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. LDF മുന്നണി അധികാരത്തിൽ വരുമ്പോൾ തന്നെ മാനിഫെസ്റ്റോയിലൂടെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒന്നാണ് ക്ഷേമ പെൻഷൻ 2500 രൂപയായി വർദ്ധിപ്പിക്കും എന്നുള്ളത്. അത് ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിലും ഒരു വർധന ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ പൊതുജനത്തിനെ ഉതകുന്ന തരത്തിലുള്ള വിധങ്ങളായിട്ടുള്ള പദ്ധതികൾ, അത് പൊതുമരാമത്ത് മേഖലയിലായാലും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലടക്കമുള്ള ജനങ്ങളെ നേരിട്ട് ബന്ധപ്പെടുന്ന എല്ലാ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ കേരളത്തിൻ്റെ സാമ്പത്തിക വികസനത്തിനുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളും ഒപ്പം തന്നെ നികുതി സംബന്ധമായിട്ടുള്ള ഇളവുകളടക്കം പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത്.